അത് മുത്തശ്ശി, ഞാൻ നിത്യയുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമായിരുന്നു. അതൊക്കെ രാവിലെ ചെയ്തല്ലേ? ഇല്ലമ്മേ, രാവിലെ നിത്യ നല്ല ഉറക്കത്തിലായിരുന്നു. അതുകൊണ്ട് ഇപ്പഴാ മാറ്റാൻ പറ്റിയത്. എങ്ങനെ ഉറങ്ങാതിരിക്കും? വല്ല മയക്കുപടിയും കലക്കി കൊടുത്തു കാണുമല്ലോ. മിണ്ടപ്രാണിക്കാണെങ്കിൽ വാതുറന്നൊന്നും പറയാനും പറ്റത്തില്ലല്ലോ. എന്റെ പൊന്നു കൊച്ചേ, ഇവള് കലക്കി തരുന്നൊന്നും കുടിച്ചേക്കരുത് കേട്ടോ. വാതേ ഇങ്ങനെ അടച്ചു പിടിച്ചോണം. നിനക്ക് വേണ്ടിയാ ഞാൻ ഈ പറയുന്നേ. നല്ലതും ചീത്തയും കണ്ടാൽ അറിയാത്ത കുറെ പേര്. കണ്ട അവര് പോയത് കണ്ടോ? ഇനിയും നിന്നാലേ കള്ളിയെ വിളിച്ചെത്താവെന്ന് അവർക്കറിയാം. അതാ വേഗ സ്ഥലം വിട്ടത്. അതെ, പഠിച്ച കള്ളിയല്ലേ അവള്. അവൾ എന്തും ചെയ്യും. അമ്മേ, മുത്തശ്ശി കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം നിത്യകുട്ടിയുടെ കാര്യത്തില്. ഇല്ലെങ്കിൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരും. അക്ഷര, എന്താ നീ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നത്? നമ്മുടെ ക്ലിനിക്കിനെ പറ്റിയാണോ? ക്ലിനിക്ക് നമ്മൾ തുടങ്ങും. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഈ പ്രശ്നങ്ങളുടെ കനലുകൾ കുറച്ചെങ്കിലും ഒന്ന് അണയട്ടെ. അതൊന്നും അല്ല ഇപ്പോഴത്തെ എന്റെ ചിന്ത. ഇനി അടുത്ത ഭൂകമ്പം എപ്പോ വരുമെന്നോർത്താ. അടുത്ത ഭൂകമ്പം? ആ, അപ്പച്ചി ഒരു മുന്നറിയിപ്പ് തന്നു. ഓ, പിന്നെ അപ്പച്ചിയാണല്ലോ